ഞങ്ങളെ കൃഷിക്കാരെങ്ങനെ പറയാന്നല്ലാതെ മേഡം ഈ കൊലം പിടിച്ചിങ്ങോട്ട് വരി അപ്പോളെ ഈ കൊലന്റെ വെയിറ്റ് അറിയുള്ളൂ. എങ്ങനെയുണ്ട് വെയിറ്റ് മേഡം? നല്ല വെയിറ്റ് ഉണ്ട്, 20-25. ഇതാണ് തേനി കൊല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ധന്യ. സേഫ് ടൂർ കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയില് പുന്നിയൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടിട്ടുള്ള തലപ്പാറ ഭാഗത്തുള്ള നമ്മളെ സന്തോഷിന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. സന്തോഷേ, എന്താണ് ഇവിടെ കുറെ കൊലകളുണ്ട്, കുറെ ഒക്കെ വെട്ടി തീർന്ന തോട്ടാണ് ഈ കാണുന്നത്. നമ്മൾ ഓണത്തിന് ആക്കി വെച്ച കൊലകൾ ഇനി നല്ല കൊല ഇനി ഇതൊക്കെ ഇപ്പൊ വെട്ടി ബാക്കിയുള്ള കൊലകളാണോ? ബാക്കി ലാസ്റ്റുള്ള കൊലകളാണിത്. സാധാരണ ലാസ്റ്റ് കൊലകളാവുമ്പോ കൊലകൾ ഇത്തിരി മോശമല്ലേ ആവുക? അത് നമ്മൾ ആദ്യം വെട്ടിയതൊക്കെ നമ്മള് 30-35 കിലോ ഉണ്ട്. ഇതിനിപ്പോ ഏകദേശം എത്ര ഹൈറ്റ് ഈ വാഴക്കുണ്ടാവും? ഇതിപ്പോ ഒരു 2 ആൾ ഹൈറ്റിന്റെ മേലുണ്ടാവൂലേ? 2 ആൾ ഹൈറ്റിന് 2 ആള് പോരാ. 2 ആള് പോരാ. അപ്പൊ ഇത് ഏതായന? ഇത് തേനിയാണ്. തേനിയാണ്. അപ്പൊ തേനി കൊലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ എത്ര മാസമാണ് ഇത് കൊലക്കുക എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ? തേനി എന്ന് പറഞ്ഞാൽ ഒരു 7-8 മാസം കൊണ്ട് കൊലയ്ക്കും. 8 മാസം കൊലയ്ക്കും. വളം കുറവ്. അതിപ്പോ ഫസ്റ്റ് ചാണപ്പൊടിയും കൊഴുക്കാട്ടും ആട്ടുംകാട്ടും ഇട്ട് മൂടിയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് ഒരു യൂറിയ, പൊട്ടാസ്, രാജാപോസ് അത് ഇട്ടുകൊണ്ട് 2 പ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ. 2 തവണ? 2 തവണ. അത് എത്ര മാസമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? അത് ഒരു 2 മാസത്തിന്റെ ഉള്ളില്. ഒന്നാമത്തത് 2 മാസത്തിനുള്ളിൽ പറമ്പിലായോണ്ട് അങ്ങനെ കൊടുത്തത്. അല്ല, ഏകദേശം നമുക്ക് യൂറിയയും രാജ്ഫോസ് ഒക്കെ ഒരു വാഴയ്ക്ക് ഏകദേശം എത്ര വന്നിട്ടുണ്ടാവും? ഒരു വാഴയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 65 ഗ്രാം യൂറിയ, രാജാപോസ് 250 ഗ്രാം, മറ്റേത് 100 ഗ്രാം പൊട്ടാസ്. അപ്പൊ അത് നമ്മൾ 2 മാസത്തിനകത്താണ് ഈ പറഞ്ഞൊരു വളം ചെയ്തത്. പിന്നെ അടുത്തതും ഇതേപോലെ തന്നെയാണോ? ഇതേപോലെ തന്നെ കൊടുത്തത്. ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം കൊടുത്തത്. ഒരു 4 മാസം. പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണുമ്പോൾ അത് വിശ്വാസമില്ലല്ലോ. കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ചാണപ്പൊടിയും നാടൻ വളം ഒന്നിട്ട് കൊടുത്ത്. പിന്നെ അതിന്റെ ശേഷം ഒരു ഇംഗ്ലീഷ് വളം ചേർത്തിട്ടില്ല. അതായത് ഇതൊരു പറമ്പാണ്. സാധാരണ പറമ്പിൽ ഇത് നല്ല പൊടിമണ്ണാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്. എല്ലായിടത്തുനിന്ന് വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലമാണ്. അപ്പൊ ഇതില് വാഴ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഇതിൽ ഇനി വളം വേണ്ടാന്ന്. കഴിഞ്ഞ് അടുത്ത കന്നൊക്കെ വെച്ചു തുടങ്ങി. ഇതിനിടയിൽ കൊലക്കാതെ നിന്നവരെയാണ് ഇപ്പൊ ഈ വെട്ടുന്നത്. എന്നിട്ട് പോലും ഇതിനൊക്കെ ഒരു എങ്ങനെയാലും ഒരു 25 കിലോ, 20 മേലെ എന്തായാലും ഇല്ലേ? 20 മേലെ എന്തായാലും ഉണ്ടോ? 20 മേലെ എന്തായാലും ഉണ്ട്. തേനി എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല വെയിറ്റ് കിട്ടും സാധനം. നല്ല കൊല, വാഴക്ക് നല്ല വേരിന് നല്ല ഉറപ്പാണ്. ഈ വാഴ നോക്കിയാണ്, ആ കൊലമ്മല് ഇപ്പൊ വാഴ ഒക്കെ നോക്കിയാണ് ഒരു ആട്ടിയിട്ട് ഒരു പ്രശ്നമില്ലല്ലോ വാഴക്ക്. വാഴയുടെ ഇരുമ്പ് പോലെയാണ് വാഴ. 6 അടി ഉണ്ടാവും. അപ്പൊ സന്തോഷിന്റെ ഒരു 2 ഇരട്ടി പോരാട്ടോ. 2 ഇരട്ടിന്റെ മേലുണ്ട്. 2 ഇരട്ടിക്ക് മേലെയുണ്ട്. അപ്പൊ 6 അടിയുള്ള സന്തോഷമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം ഈ തേനിക്കന്നിന്റെ പ്രത്യേകതയും വാഴയുടെ ആരോഗ്യവും. വാഴ കൊടുക്കി ഒരു അനക്കൂല്ല വാഴക്ക്. അതുമല്ല, ഇവിടെ മുഴുവനും ഈ പറഞ്ഞ പോലെ തെങ്ങും, അതായത് ഫുള്ള് ഈ ഷെയ്ഡുള്ള സ്ഥലമാണ്. എന്നിട്ട് പോലും നല്ല വിളവുണ്ട്. സ്വർണ്ണമുഖിയും തേനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ കായകളുടെ ഭംഗിയിലോ അല്ലെങ്കിൽ അടിപ്പടലയും തമ്മിലൊക്കെ വല്ല വ്യത്യാസം ഉണ്ടോ? അടിപ്പല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി, അടിപ്പല ഫുള്ള് നല്ല ക്ലിയറാ, കണ്ടാ, ഒന്നും വല്ലാണ്ട് ഒഴിവാക്കാനില്ല. മറ്റേതാണ് ഒരു കുറച്ച് ചെള്ളുകൈ ഉണ്ടാവും, ഇത് ചെള്ളുകയില്ലല്ലോ. സ്വർണ്ണമുഖിയുടെ ഒരു പ്രത്യേകത അതാണ്. അടിപ്പടല ശരിക്കും പറഞ്ഞ ഒരു ഇത്തിരി ചെറുതായിരിക്കും. ഫുള്ള് നല്ല ഉരുണ്ട കായ്കളാണ് എല്ലേതും. പക്ഷെ തേനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലെ കായ വലിയതാണ്, പക്ഷെ എന്നാലും താഴെ അത്ര വലിയ തിരിവോ അല്ലെങ്കിൽ നമുക്ക് അടർത്തി മാറ്റാനോ ഒന്നും ചെറിയ കായകളില്ല. തേനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന വാഴയുടെ പോളയ്ക്കൊക്കെ നല്ല കരുത്തുള്ളതിന്റെ പേരിൽ പൊതുവെ നമ്മളെ തണ്ടുവരപ്പം പുഴുവിന്റെ ആക്രമണം കുറവല്ലേ? അതില്ല. തണ്ടുവരപ്പം വളരെ തണ്ടുവരപ്പനൊന്നും ഇതിന് വല്ലാണ്ട് ബാധിക്കുന്നില്ല. അതേപോലെ വേരിന് ചീച്ചിലോ ഒന്നുമില്ല. വാഴ കണ്ടില്ല ഇപ്പൊ ഞാൻ ഒരു 120 കിലോ ഉണ്ട്. ഞാൻ തന്നെ ഇത് തള്ളിയിട്ട് വാഴ വയ്ക്കേനി. അതായത് സന്തോഷ് ഏകദേശം 6 അടിയുള്ള സന്തോഷവും 120 കിലോ ഉള്ള സന്തോഷം തള്ളിയിട്ട് പോലും നമ്മുടെ ഈ വാഴ അനങ്ങണില്ല എന്നാണ് ഈ പറയുന്നത്. അല്ല, ഇങ്ങോട്ട് ഇല്ലെങ്കിൽ പടപടാന്ന് പറഞ്ഞ് പോരൂലേ, അത്രയും വലിയ പേരാ. ഇതിപ്പോ എത്ര മാസത്തിലാണ് നമ്മുടെ ഈ തേനിക്കൊല വെട്ടുന്നത്? ഇത് 11.5 മാസമായി. 11 മാസം എന്ന് പറയുമ്പോ നമ്മൾ ഏകദേശം ആദ്യം കൊലച്ച കൊലകളൊക്കെ നമ്മൾ വെട്ടി കഴിഞ്ഞു. അത് പെരുങ്കൊല്ലേ? 30 കിലോന് 32 കിലോ കൊല കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാം? കൊല എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കുത്തനെ നിൽക്കും. ഈ പടല കണ്ടില്ലേ, പടല ഇങ്ങനെ നിൽക്കും. ഞങ്ങളെ നാടൻ കായിന്റെ മാതിരിയല്ല ഇത്. പിന്നെ ആയിട്ട് തൂർന്ന് വരുമ്പോ നല്ല വെയിറ്റിലാ വരുന്നത്. കണ്ടാ കായ കണ്ടില്ലേ, നല്ല നീളമുണ്ട്, നല്ല ഉത്സാഹം. എല്ലാത്തിനും ശരിക്കും 2 അടക്ക് കായുണ്ട്. ഒരു പടലയിൽ ശരിക്കും 2 അടക്ക് കായുണ്ട്. പിന്നെ ഇതിന്റെ അടിക്കായകളാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കായകളൊക്കെ നല്ല കായകളാ. ഒന്നും വലിയതായിട്ടൊന്നും നടത്തി മാറ്റാനില്ല. ഏകദേശം ഒക്കെ നല്ല കായകൾ തന്നെയാണ്. ഈ തോട്ടത്തില് ഏകദേശം കഴിഞ്ഞ സമയല്ലേ? അപ്പൊ ഏകദേശം ആദ്യം ഓണത്തിന്റെ ഇതില് ഒരു 10-700 കൊല വെട്ടി. ഞാൻ 10-700 കൊല വെട്ടി എന്ന് പറയുമ്പോ അത് എത്ര മാസം വെട്ടിയിട്ടുണ്ടാവും? ഇതേപോലെ 10 മാസം 10-10.5 മാസത്തിന്റെ ഉള്ളിൽ തന്നെ വെട്ടിയിട്ടുണ്ട്. ഇതെന്താ പറമ്പായോണ്ട് നല്ല വളക്കൂറുള്ള, അതുകൊണ്ട് വേഗം കൊലച്ചാണ് സാധനം.
കൊലച്ച് സാധാരണ നമ്മൾ തേനിക്ക് ഇത്തിരി കൂടി മൂപ്പ് കൂടുതലാണ്, മേട്ടുപ്പാളേനേക്കാളും മൂപ്പ് കൂടുതലുണ്ടെന്നല്ലേ പറയാ തേനിക്ക്? തേനിക്കിന്റെ ഇതില് നമ്മളെ നാടൻ വായനം കാട്ടി 1 മാസം 1.5 മാസം കൂടുതലുള്ളൂ നാടൻ വാഴയേക്കാൾ. പക്ഷെ നമ്മളിവിടെ ഈ വെള്ളം കയറുന്നിടത്ത് പാടത്ത് ചെയ്യുന്നത് ഒരു ഇത്തിരി റിസ്ക് ആണ്. റിസ്ക് ആണ്. ഞാൻ പാടത്ത് വെച്ച് നോക്കിയാണ് എങ്ങനെ ഇതിന്റെ പാടം എങ്ങനെ നോക്കാനും വേണ്ടി ഇപ്രാവശ്യം വെച്ച് നോക്കിയാണ്. എന്നാൽ അടുത്ത കൊല്ലം കൃഷിക്കാർക്ക് നമുക്ക് വായക്കന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. മഴ കഴിയുന്ന സമയത്ത് സാധാരണ ഈ കാണുന്ന ഈ കൊഴുപ്പുള്ളി രോഗം എന്ന് പറയുന്ന ഈ ഒരു രോഗം മറ്റു വാഴകൾക്കൊക്കെ ഈ സമയത്ത് വളരെ കൂടുതലാണ്. പക്ഷെ ഇതിനൊന്നും കാര്യമായിട്ട് അത്ര കണ്ടൊന്നും ഇതിൽ ഇല്ല. അതായത് 1-2 കുത്തുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളുടെ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം എങ്ങനെയുണ്ട്? പിണ്ടിപ്പുയിന്റെ പ്രശ്നങ്ങളൊന്നും വല്ലാണ്ട് നമ്മൾ കാണില്ല സാധാരണ. പക്ഷെ ഈ തെങ്ങൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇത് കൂടുതൽ ഉണ്ടാവേണ്ടതല്ലേ? കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. ഇത് കാണില്ല. അത് ഇതിലൊന്നുമില്ല. നോക്കി അതിന്റെ അടിയൊക്കെ നോക്കി. അതായത് മാണവണ്ടോ പിണ്ടിപ്പുഴു അങ്ങനെ യാതൊരു ആക്രമണങ്ങളൊക്കെ വളരെ കുറവാണ് കാണുന്നത്. ആക്ക് ചെറിയൊരു പൈതി തറി മതിയേ, അയിമല് നിന്നോളൂ വായ. അപ്പൊ അതുമല്ല, ഇപ്പൊ നമ്മൾ കൊല വെട്ടുന്ന സമയത്ത് 4-5 ഇല വെട്ടാൻ കിട്ടുക എന്ന് പറയുമ്പോ തന്നെ വാഴയുടെ ഒരു ആരോഗ്യമാണ് കാണിക്കുന്നത്. അടുത്ത് വാഴ ചെയ്യുമ്പോ ഏതാണ് നല്ലതായിട്ട് തോന്നുന്നത്? മേട്ടുപ്പാളയാണ് നല്ലത്. അത് ഏകദേശം നമുക്ക് 10 മാസം വിളവെടുത്ത് കഴിയും. 10 മാസം കൊണ്ട് വിളവെടുത്തേണ്ട നമുക്ക് പോരാ. അപ്പൊ തേനിയാണെങ്കിൽ 1 മാസം 11 മാസം എന്തായാലും എടുക്കും. അപ്പൊ എത്ര വർഷമായിട്ട് കൃഷിയിലുണ്ട്? ഞാൻ എന്റെ അച്ഛന്റെ പോയി ഇറങ്ങിയതാ. 17-ാം വയസ്സിൽ ഇതേപോലെ ഇറങ്ങിയതാണ് പാടത്ത്. പിന്നെ ഇത് ഒരു 21-ാം വയസ്സിലാണ് ഇതിലേക്ക് അധികം ഇറങ്ങിക്കൂടി പൂർണ്ണമായിട്ടും കൃഷിയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ എന്തായാലും കൃഷി എന്ന് പറയുമ്പോ നമുക്ക് എന്തായാലും ഇന്നത്തെ കാലത്ത് കൃഷി ഭയങ്കര നഷ്ടമാണ് എന്നൊക്കെ പറയുന്ന കാലത്ത് എന്താണ് പറയാനുള്ളത്? നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം വന്നു കഴിഞ്ഞാലാണ് നഷ്ടം വരല്. മറ്റേത് നഷ്ടങ്ങളൊന്നുമില്ല. ഇല്ല. അപ്പൊ ഈ പറമ്പിലൊക്കെ വാഴ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് കണ്ടോടം കൊണ്ട് തേനി കന്നൊക്കെയാണ് ഏറ്റവും നല്ലതെന്ന് അല്ലെ? പ്രാവശ്യം നമുക്ക് കൃഷിമെന്ന് ഇപ്പൊ കഴിച്ചില്ലായത് ഈ പറമ്പ് വേണ്ട. തേനി പാടത്ത് മുഴുവൻ നഷ്ടമായിരുന്നു. പാടത്ത് 700-800 വായിച്ചിട്ട് അത് ഫുള്ള് കാറ്റടിച്ചിട്ടും വെള്ളം കയറിയും പോയത്. അതിന് ആകെ 25 കൊല വെട്ടിയത്. ഇവിടുന്നാണ് നമ്മൾ അധിക കൊല വെട്ടിയത്. 30-32 കിലോന് നല്ല കൊലകൾ ഇനി ഫുള്ള്. ഇതിപ്പോ അതിന്റെ ഇടയിലുള്ള കൊലകളാണ് ഇപ്പൊ നമ്മൾ വെട്ടിയത്. ആദ്യം വെട്ടിയ കൊലൊക്കെ കാണുകയാണെങ്കിൽ മാഡം ഇത് തന്നെ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അപ്പൊ എന്തായാലും ഈ കൃഷി എന്ന് പറയുന്നത് എല്ലാ തവണയും നമുക്ക് ലാഭമൊന്നും ആവില്ല. എല്ലാ കൊല്ലവും ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയില് നമ്മള് കൃഷി ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഈ പ്രാവശ്യം സന്തോഷിന് ഫുള്ള് പാടത്ത് ചെയ്തത്, ഇപ്രാവശ്യം പാടത്ത് ചെയ്തതൊക്കെ നമുക്ക് നഷ്ടത്തിലാണ് വന്നത്. പറമ്പില് ചെയ്തത് നമുക്ക് നഷ്ടം എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ വിലയിൽ കുറച്ച് മോശമാണ്. ഞാൻ ഇതിന്റെ 57 വെട്ടല് കൊടുത്തിന് കൊല. ഇവിടെ അവിടെ ഒക്കെ ഉണ്ട് പറമ്പില് കൊല. ഇപ്പൊ നമ്മള് 24-നും 28-നും കൊല കൊടുത്തിക്കണ്. അപ്പൊ എല്ലാ സമയത്തും നമ്മൾ ഈ കൊല വെട്ടുകയാണെങ്കിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർഷകന് പിടിച്ചിരിക്കാൻ പറ്റും. ഇപ്പതാ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേഡം കണ്ടല്ലോ അവിടെ ഒരു വാഴത്തോട്ടം അതിന് ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞ് കൊലക്കാനായി. പിന്നെ അത് കഴിഞ്ഞാല് അത് കൊലച്ച് കഴിഞ്ഞാല് വേറെ ഒന്ന് കൊലക്കാനായി. അപ്പൊ അങ്ങനെ ഇടയില് ഓരോ സ്റ്റേജ് വാഴ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരൂല. അപ്പൊ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഒരു ഫെബ്രുവരി മാർച്ചിലൊക്കെ ഏകദേശം 55 1 മാസം 2 മാസത്തോളം 55-60 വരെ പോയിട്ടുണ്ട്. അപ്പൊ കർഷകർക്ക് ഈ പറഞ്ഞ പോലെ പാടത്ത് കൃഷി ചെയ്യുന്നവർക്ക് നടക്കാത്ത കാര്യമാണ്. എന്നിരുന്നാൽ പോലും പറയാണ്, നമ്മൾ പല സ്റ്റേജിൽ നേന്ത്രൻ കൊല വെട്ടുന്ന രീതിയിൽ നമ്മുടെ കൃഷിയെ നമ്മൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും കൃഷി കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ടെങ്കിലും വെക്കാൻ പറ്റുന്ന നല്ല ഒരു ഇനം തന്നെയാണ് നമ്മളുടെ തേനി എന്ന് പറയുന്ന ഇനം. അപ്പൊ എന്തായാലും 2 വളം മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മേഡം തെങ്ങിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഈ 3 വാഴ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാണി, നമ്മളെ പാടത്ത് വെച്ചുണ്ടാവും ഇങ്ങനെ. ഈ കൊലൊക്കെ നോക്കിയാണി ഒരു തെങ്ങിൻ തോട്ടത്തിന്റെ ഉള്ളിലാ. ലാസ്റ്റ് കൊലക്കുന്ന വാഴകളൊക്കെ പൊതുവെ വളർച്ച കുറവുള്ള വാഴകളാണ്. എന്നിട്ട് പോലും ഇതിനൊക്കെ ഏകദേശം ഒരു 20 കിലോയ്ക്ക് മുകളിൽ നമുക്ക് കണ്ണടച്ച് കിട്ടും. എന്ന് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ 2 വളപ്രയോഗം വെച്ചിട്ട് വളമില്ലാത്ത മണ്ണിൽ നിങ്ങൾ കൃഷി ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച വിളവ് കിട്ടില്ല. ഇത് നല്ലോണം നല്ല പൊടിമണ്ണാണ്. പിന്നെ എല്ലായിടത്തും കുത്തിയൊലിച്ച് വരണേ വെള്ളം വരുന്ന ഒരു ഏരിയ. അപ്പൊ അടുത്ത കൊല്ലം ഞാൻ ഒന്നും കൂടി കൂട്ടിയിടും വളം. ഈ ഫസ്റ്റ് നമ്മൾ വെച്ചപ്പോ 2 വളം കൊടുത്ത്, ഇനി അടുത്തത് എന്തായാലും ഒരു 3 വളങ്ങളും കൊടുക്കണം. 3-ഓ 4-ഓ എന്തായാലും ഫസ്റ്റത്തെ വീട് നമുക്ക് എല്ലാവർക്കും അറിയാലോ, നല്ല കൊല ഇതൊക്കെ ഉണ്ടാവും. അപ്പം അടുത്ത് വെക്കുമ്പോ കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ ഇതിനെക്കാട്ടി ഉഷാറാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുക. അപ്പൊ അതുമല്ല, നമ്മൾ വാഴയുടെ വളർച്ച കണ്ടിട്ട് നമ്മൾ വളമിടാൻ കൂടി കർഷകൻ പഠിക്കണം. 2 വളം ഇട്ടിട്ടും ഇത്രയും നല്ല കൊല ഉണ്ടായി എന്ന് പറയുന്നത് ഈ മണ്ണിന്റെ വളക്കൂറ് കൊണ്ടാണ്. അപ്പൊ അതുപോലെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. നല്ല നല്ല കൊലകൾ മുഴുവൻ വെട്ടിപ്പോയി. എന്നിട്ട് പോലും ഇനിയും ബാക്കി നിൽക്കുന്ന ഈ തേനി കൊലകളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. നമുക്ക് എങ്ങനെ പോയാലും 25-ന് മുകളിൽ കൊലയുള്ളതാണ്. അത് 2 വളപ്രയോഗത്തിൽ മാത്രം. ഈ ഒരു പുതിയ ഇനം ഞങ്ങളെ പരിചയപ്പെടുത്തിയതിന് പ്രത്യേകം നന്ദി, സന്തോഷം.